കെപിസിസി പുനഃസംഘടനയിൽ ഇടഞ്ഞ് ഓർത്തഡോക്സ് സഭ ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ പരസ്യ പ്രതികരണവുമായി ഗീവർഗീസ് മാർ യൂലിയോസ് രംഗത്ത് എത്തി. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കൾ. സഭ അവരെ കൈവിടില്ല. ഓർത്തഡോക്സ് സഭ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയെന്ന് കരുതരുതെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാർഗവും ഇല്ലെങ്കിൽ സ്വരം മാറുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് താക്കീത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ലെന്നും പരാമർശം. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടി ഉമ്മനും ഒക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതങ്ങൾക്ക് വെച്ച് കളിക്കാറില്ല. അവരാരും ഞങ്ങൾ ഇന്ന സഭക്കാരാണെന്നും പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനുണ്ട് നമുക്കൊപ്പം. മിഥുൻ, വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളെ എങ്ങനെ ഈ കെപിസിസി പുനഃസംഘടനയുമായി ചേർത്ത് വയ്ക്കാം മിഥുൻ? രാഖി, കോൺഗ്രസിനെ അടിമുടി ഉലച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ്, ഉലയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് കെപിസിസിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ നിരവധി വാദങ്ങളും അതുപോലെ തന്നെ പ്രതിവാദങ്ങളും എല്ലാം തന്നെ പാർട്ടിക്കകത്ത് ഉയരുന്ന സാഹചര്യത്തിലാണ് സഭയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും അബിൻ വർക്കിയുടെയും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെയും വിഷയം സംബന്ധിച്ചാണ് ഇപ്പോൾ സഭയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കളാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ തഴയാമെന്ന് കരുതണ്ട. സഭ അവർക്കൊപ്പമുണ്ട്. പൊതുരംഗത്ത് ഒരു തീവ്രവാദത്തിനെ സഭ കൂട്ടുനിൽക്കില്ല എന്നുള്ള കടുത്ത ഭാഷ തന്നെ സഭാ നേതൃത്വം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി എത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അബിൻ വർക്കി അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിലേക്ക് ചുമതല കൈമാറിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് കെപിസിസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനെതിരെ അബിൻ വർക്കി നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് താനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ തന്നെ തഴഞ്ഞത് എന്നുള്ള ചോദ്യം അബിൻ വർക്കി ചോദിക്കുകയുണ്ടായി. ഇത് സഭ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സഭയുടെ പ്രവർത്തകർ, സഭാവിശ്വാസികൾ അവർ ഒരിക്കലും താൻ ഇന്ന മതക്കാരാണെന്നും അതുപോലെ തന്നെ സഭയിലുള്ളവരാണെന്നും പറഞ്ഞു നടക്കാറില്ല. പക്ഷേ അവരെ സഭയുടെ പേരിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സഭാ നേതൃത്വം പറയുന്നത്. മാത്രമല്ല, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി സഭയെ ആരും കരുതേണ്ടതില്ല. എങ്ങനെ കൊട്ടിയാലും ചെണ്ടയിൽ ശബ്ദം കേൾക്കും. പക്ഷേ സഹി കെട്ടാൽ ആ സ്വരം മാറ്റാനും സഭയ്ക്കറിയാമെന്നുള്ളൊരു മുന്നറിയിപ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചേപ്പാട് പള്ളിയിലെ സംഭവത്തിലാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഇടത് മുന്നണികളെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ശക്തമായി നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പെല്ലാം അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു നിലപാട് കർശനമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ, അതായത് പ്രത്യേകിച്ച് കോൺഗ്രസിനെ വലിയ രീതിയിൽ ദോഷം ചെയ്യും, അല്ലെങ്കിൽ അവയെ സ്വാധീനിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതാൻ. കോൺഗ്രസിൽ പ്രതിസന്ധിയാണ്. അത് കേരളത്തിലെ മാത്രം കാര്യമല്ല എങ്കിൽ കൂടി അവർ പരസ്പരം തമ്മിലടിക്കുന്നതൊന്നും ഇവിടെ മലയാളികൾക്ക് അത്ര പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. എങ്കിലും ഈ ഓർത്തഡോക്സ് സഭ കൂടി ഇടയുമ്പോൾ അത് എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കും മിഥുൻ? തീർച്ചയായിട്ടും ഇന്ന് കെപിസിസിയുടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി പന്തളത്ത് നടക്കുകയാണ്. ആ ദിവസം തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വോട്ട് ബാങ്കുകളെ പലപ്പോഴും സംരക്ഷിക്കാനും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ പ്രബലമായിട്ടുള്ള ഓർത്തഡോക്സ് സഭ ഇത്തരത്തിലൊരു ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കെപിസിസിയെ വലിയ രീതിയിൽ വലച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി അത് തിരിച്ചടിയിലേക്ക് പോകുമോ എന്നുള്ള
ഭയം KPCCയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉടൻ തന്നെ ഒരു പക്ഷേ നേതൃത്വം സഭാ അധികൃതരുമായി സംസാരിക്കാനും ഒരു സമവായത്തിലേക്കുള്ള ശ്രമത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കാരണം ഈ ചാണ്ടിയുമ്മനെ സാന്നിധ്യത്തിൽ തന്നെയാണ്, വേദിയിലിരിക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സഭാ നേതൃത്വം നൽകിയത്. അത് തന്റെ ആശങ്കകൾ, തനിക്കുണ്ടായ വിഷമങ്ങൾ പാർട്ടി നേതൃത്വത്തോട്, നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ആശങ്കയും സഭയ്ക്ക് പറയാനുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് തനിക്ക് മറുപടി പറയാനില്ല എന്നുള്ളതാണ്. അതായത് സഭയുടെ ആശങ്ക പരിഹരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, KPCC നേതൃത്വമാണ് എന്നുള്ള വ്യംഗ്യാർത്ഥത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. ചാണ്ടിയുമ്മൻ നേരത്തെ പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. തനിക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, താൻ നേരിട്ട അവഗണനയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അത് താൻ പാർട്ടിക്ക് അതീതനല്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയെങ്കിൽ പോലും അതൃപ്തി വളരെ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ചാണ്ടിയുമ്മനും ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ഏതായാലും സഭയുടെ കടുത്ത നിലപാടിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് KPCC സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പുകളടക്കം അടുത്തിരിക്കുക അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ, പുനഃസംഘടനാ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ളൊരു താക്കീത് നൽകിയിരിക്കുകയാണ്. സ്വരം മാറ്റാൻ മടിക്കില്ല എന്നുള്ള ഒരു താക്കീത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ സൂചനയായി തന്നെ വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും മിഥുൻ, KPCC പുനഃസംഘടനയിൽ ഇടഞ്ഞിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും തടഞ്ഞതിൽ പരസ്യ പ്രതികരണമാണ് ഗീവർഗീസ് മാർ യൂലിയോസ് ഇന്ന് നടത്തിയത്. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി കരുതേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് കൂടി KPCCക്ക് നൽകുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മിഥുനയ്യപ്പനാണ് കോട്ടയത്ത് നിന്നും.